ഫലസ്തീനിലെ പിഞ്ചു മക്കൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടി കരയുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ നമുക്ക് തൊട്ടുമുമ്പിൽ കാണുന്നത്. ഇതെല്ലാം കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ മനസ്സൊക്കെ പൊട്ടിപ്പോകും. ഇത്രയും വലിയൊരു യുദ്ധ കുറ്റം ചെയ്തിട്ട് ഇസ്രായേൽ ഏറ്റവും വലിയ യുദ്ധ കുറ്റമല്ലേ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഭക്ഷണം മരുന്നും കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കടന്ന് എല്ലും തോലുമായിട്ട് പിഞ്ചു മക്കളടക്കം കരഞ്ഞ്, അതായത് ആ ഒരു മരിക്കുന്ന ഒരു കാഴ്ച ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളിലൊന്നും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വരുന്നുണ്ട്. അതായത് ഇതൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നില്ല, ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാറാണ് ഒരുപാട് പേര്. ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് നമ്മളിത് എത്തിക്കണം മറ്റുള്ളവർക്ക്. അതായത് ഏറ്റവും വലിയ കുറ്റം ചെയ്യുന്ന ഇസ്രായേൽ തന്നെയാണ്. ഭക്ഷണം, വെള്ളം, മരുന്നൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും അതൊക്കെ തടഞ്ഞു വെച്ച് പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു സിസ്റ്റം ഒരിക്കലും ഒരു യുദ്ധത്തിൽ നമ്മൾ കാണാത്തൊരു സിസ്റ്റം ആണ് ഇപ്പൊ നമ്മൾ ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ മക്കൾക്ക് അതുപോലത്തെ ഒരു അവസ്ഥ നമുക്ക് നാളെ നമുക്ക് വന്നേക്കാം. പടച്ചോനെ, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുത്തല്ലേ, ആർക്കും വരുത്തല്ലേ. അവർക്ക് വേണ്ടി നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമ്മളൊന്ന് ദുആ ചെയ്തിട്ടേലും അവർക്ക് നാളെ മരിക്കുന്ന സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുക. അവർക്കൊക്കെ അത് ഉറപ്പിച്ചിട്ടുണ്ടാവും. അത്രയും മനസ്സിൽ പിഞ്ചു മക്കളാണ്, ഒന്നും അറിയാത്ത പിഞ്ചു മക്കളാണ് പട്ടിണി കടന്ന് മരിക്കുന്നത്. നമുക്ക് നമ്മളെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തില്ലേ നമ്മൾ എത്ര ടെൻഷനാവും. ആ ഉമ്മയും ഉപ്പയൊന്നും ഇല്ലാതെ എത്രയും പിഞ്ചു മക്കൾ അനാഥയായിട്ട് ഭക്ഷണം കിട്ടാതെ പലയിടത്തും മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ച. കാരണം അവർക്കൊന്നും കൊടുക്കുന്ന ഭക്ഷണം വാങ്ങാൻ കഴിയില്ല. അത്രയും തിക്കും തിരക്കിലും പെട്ടിട്ടൊക്കെ മരിക്കുന്ന ഒരു കാഴ്ചയാണ് ഫലസ്തീനിൽ കാണുന്നത്. ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അത്രയുള്ള നമുക്ക് പറയാനുള്ളത്. പടച്ചവൻ എല്ലാവർക്കും അവരുടെ മനസ്സിന് ശക്തി കൊടുക്കട്ടെ.